ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താ ഇവളിങ്ങനെ നമസ്കാരമൊക്കെ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചിട്ട് ചിന്തിക്കണ്ട. കാരണം കുറേ ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ തരംഗങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന അവരുടെ ഒരു ഫാമിലി ഇഷ്യൂസ്. കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, ചിലവർക്ക് അന്തും മുന്തും മനസ്സിലായിട്ടുണ്ടാവില്ല. അവർക്ക് കൂടുതൽ മനസ്സിലാക്കാൻ ഇഷ്ടംപോലെ വീഡിയോസ് പിന്നെയും ഓരോരാൾ എടുത്തിടുന്നുണ്ട്, അത് കണ്ടാൽ മതി. അപ്പം ഞാനിത് വേണമെങ്കിൽ കുറച്ച് സൈഡ് ക്ലിപ്പ് കൊടുക്കാം, ഏകദേശം ഇന്ന വിഷയമാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നീ എന്താ കെട്ടിയോനെ വീഡിയോയിൽ കൊണ്ടുവരാത്തെ, വീട്ടുകാരില്ലേ, ആരും ഇല്ലേ നിനക്ക്? ഞാൻ ഇങ്ങനെ ഓരോന്ന് ഇടുമ്പോൾ എനിക്ക് എല്ലാവരും ഉണ്ട്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, 2 അനിയന്മാരുണ്ട്, നാത്തൂനുണ്ട്, അച്ചാച്ചനുണ്ട്, അമ്മമ്മയുണ്ട്, ആൻറ്റിയുണ്ട്, എല്ലാവരും ഉണ്ട്, ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ എന്തിനാ ഇവരൊക്കെ കാണിച്ചിട്ട് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ മുമ്പിൽ കൊണ്ടുവന്ന് പിടിച്ചു നിർത്തി, അമ്മേ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കൂ, അച്ഛാ എനിക്കൊരു ഉമ്മ തരൂ, ഇതൊക്കെ ക്യാമറക്ക് ഓണാക്കിയിട്ട് നിങ്ങളെ കാണിച്ചിട്ട് അതുവഴി ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബേഴ്സും കൂടണമെന്നൊന്നും എനിക്ക് ഒരാഗ്രഹമില്ല. ഞാനിതാ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയത് ഒറ്റക്കാണ്, ഇപ്പം യൂട്യൂബിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒറ്റക്കാണ്. എൻ്റെ കൂടെ ഇപ്പം ആരുമില്ല. കാരണം ആരും നമുക്ക് ആവശ്യമില്ല എന്നല്ല, നമുക്ക് സ്നേഹമുണ്ട്. അത് നിങ്ങളെ ക്യാമറക്ക് മുമ്പിൽ കൊണ്ട് കാണിച്ചിട്ട് അച്ഛൻ കെട്ടിപ്പിടിക്കുമ്പോൾ എൻ്റെ ദൈവമേ 500 ലൈക്ക് വന്നിട്ടാ അച്ഛാ നാളെ പൊളിക്കാം. കാരണം അത് പിന്നെ നമുക്ക് ത്രില്ലായി. കാരണം ആ ഫാമിലീസിനെ കൊണ്ടുവരുമ്പോഴാണ് കൂടുതൽ വ്യൂവേഴ്സ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് അവരെ കൂടെ കൂട്ടിയിട്ട് വീഡിയോ എടുക്കണം. പിന്നെ ഇവർ നമ്മൾ ചെറിയൊരു എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് 2 സെപ്പറേറ്റ് ആയി, അച്ഛൻ ഒരു ഭാഗത്ത് നിന്ന് വീഡിയോ ചെയ്യുന്നു, ഇവരൊരു ഭാഗത്ത് നിന്ന് വീഡിയോ ചെയ്യുന്നു. എന്തിന് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? കാരണം ഉള്ള സ്നേഹം എന്ന് പറയുന്നത്. എന്നിട്ട് കുറേ ആൾക്കാർ അങ്ങനെ ഫാമിലിയായിട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ പോകുന്നവരുണ്ട്, ഇല്ല എന്നല്ല. അത് നമ്മൾ അറിയണം, നമ്മളെ കൂടെ നിൽക്കുന്നവരുടെ സ്വഭാവങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ടേ കൂടെ കൂട്ടാവും എന്നുള്ളത്. കാരണം എനിക്കിപ്പോൾ മനസ്സിലായ സ്ഥിതിക്ക് ഞാനിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരെയും ഇപ്പോൾ വീട്ടിൽ പോകുമ്പോൾ അച്ഛനായാലും അമ്മയായാലും എല്ലാവരും വീഡിയോസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാറുണ്ട്, എടുക്കാറുണ്ട്. അത് മതി. അല്ലാണ്ട് ഓവറായിട്ട് അവരെ കൊണ്ട് നിർത്തിപ്പിച്ച് സ്നേഹം പ്രകടിപ്പിച്ചിട്ട് വീഡിയോസ് എടുക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആരെയും കൂട്ടാത്തതും. അല്ലാതെ അതുകൊണ്ട് ഭർത്താവില്ല എന്നുള്ളൊരു ഇതൊന്നും നിങ്ങളാരും ചിന്തിക്കണ്ട. കാരണം അങ്ങനെ എല്ലാവരെയും കൊണ്ട് വീഡിയോ ചെയ്യാനുള്ള താല്പര്യമില്ല. എനിക്കിപ്പോൾ എൻ്റെ വീഡിയോസിൽ വരുന്നത് മീൻകറി ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പുറത്ത് പോയതായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ പിള്ളേരെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളായിരിക്കും എനിക്ക് വീഡിയോസിൽ വരാറുണ്ട്. അതുകൊണ്ട് എൻ്റെ വീഡിയോ 5 ആളെ കാണുന്നുള്ളൂ. അതെങ്ങനെയാണ്? ബാക്കിയുള്ള ആയിരക്കണക്കിന് ആൾക്കാരെ അപ്പുറത്തേക്കല്ലേ പോണത്. പ്രവീൺ പ്രണവിൻ്റെ വീഡിയോ വരുന്ന ഇടയിലായിരിക്കും എൻ്റെ മീൻകറി വരുന്നത്. ഇവളെ മീൻകറി ഇതായിരിക്കും കാണേണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് അവരെ കുടുംബക്കാരൻ നോക്കാൻ നിൽക്കുമ്പോഴൊക്കെ എൻ്റെ മീൻകറി ആരെങ്കിലും കാണും, അതങ്ങ് സ്കിപ്പ് ആയിരിക്കും. എനിക്കതിൽ വിഷമില്ല. കാരണം എന്താണെന്ന് അറിയാം, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ മീൻകറി എവിടെയെങ്കിലും നല്ല വിശ്വസിച്ച് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പിന്നെ നമുക്ക് റിയലല്ല, നമ്മൾ റിയലാണ്. നമ്മൾ വീട്ടിനുള്ളിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്നത്. അല്ലാണ്ട് ക്യാമറ ഓൺ ആക്കുമ്പോഴത്തേക്ക് ഞാൻ വേറൊരു മനുഷ്യനാവുകയൊന്നും ചെയ്യുന്നില്ല. നമ്മൾ എങ്ങനെയാണോ എന്നുള്ളത് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് നമ്മൾ റീൽസിലെ കൂടെ നമ്മളെ സ്വഭാവം മനസ്സിലാവുകയും ചെയ്യും. അതിനെത്ര മൂടി വെച്ചാലും നിങ്ങൾ മുമ്പിൽ ക്യാമറ ഓൺ ആക്കി നമ്മൾ വേറൊരാളായിട്ട് കുറേ കാലമൊന്നും നമുക്ക് മൂടി വെക്കാൻ പറ്റില്ല. ഇപ്പോൾ അവർ തന്നെ കണ്ടില്ലേ, എത്ര വീഡിയോ കണ്ടപ്പോൾ നമ്മൾ പോലും കൊതിച്ചു പോയിട്ടുണ്ട് അങ്ങനെ ഒരു ഫാമിലിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്. കാരണം അച്ഛൻ അമ്മ എല്ലാവരും സപ്പോർട്ട് കിട്ടുമ്പോൾ നമ്മൾ കൂടുതലൊന്ന് പൊങ്ങി വളർന്നു പോവുക ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഒറ്റയടിക്കത് തരികിടത്തവും ആയി കഴിഞ്ഞപ്പോൾ എന്തായി? അത് മാത്രമല്ല, എന്നിട്ട് അവരെ അതിൻ്റെ ഇടയിൽ വരുന്ന കമൻസാണ് എനിക്ക് സഹിക്കാൻ പറ്റുന്നത്. കണ്ണുകൊണ്ടതാ അതാ, കണ്ണുകൊണ്ടതല്ല പറയുന്നില്ല, കയ്യിലിരിപ്പ് കൊണ്ടതാന്ന് പറ. കാരണം അത്രത്തോളം നമ്മൾ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു ഫാമിലിനെ ഇഷ്ടപ്പെട്ട് കൂടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. അവരത് അഭിനയമാണ്, ഓസ്കാർ കൊടുക്കണം. അതിലത്തെ അച്ഛനും അമ്മക്കും എല്ലാവർക്കും ഓസ്കാർ കൊടുക്കേണ്ട അഭിനയമാണ് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് അതിൽ ഒറ്റ വിഷമം ഉണ്ടായിരുന്നുള്ളൂ. ഇനി അവർ വേറെ എന്തോ ആയിക്കോട്ടെ, അവരൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഗർഭിണി ആയ സമയത്ത് എനിക്ക് പറയണം, ഗർഭിണി ആയ സമയത്ത് അവരങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കണ്ട്, ഇവരിപ്പോൾ ഇത്രയും ആൾക്കാർ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളുള്ള വലിയ വ്യൂസുള്ള ആൾക്കാരായതുകൊണ്ടാണ് വിഷയം പുറത്തറിഞ്ഞത്. ഇതുപോലെ ഒരു വീഡിയോസോ യൂട്യൂബോ ഇല്ലാത്ത എത്ര ഗർഭിണിമാർ ഇതുപോലത്തെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. അവരുടെ വിഷമങ്ങൾ ആരും മനസ്സിലാക്കുന്നുണ്ടാ? എത്ര പേര് മരിച്ചിട്ടുണ്ട്, ആത്മഹത്യ ചെയ്തിട്ടുണ്ട് കുടുംബ പ്രശ്നം കൊണ്ട്. അതൊക്കെ യൂട്യൂബിൽ വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഇന്നും അനുഭവിക്കുന്നുണ്ടാവും. ഈ വീഡിയോസ് കാണുന്ന ചിലവരെ വിചാരിക്കണ്ടാവും നമ്മൾ ഈ അവസ്ഥയിൽ കൂടെ അല്ലേ പോകുന്നത്. സത്യമല്ലേ? പക്ഷേ ഇതുപോലെ വലിയ നിലയിൽ എത്തിയവരത് മാത്രം പുറത്തേക്ക് അറിയുന്നു, സഹതാവും അങ്ങനെ. ബാക്കി സാധാരണക്കാർ ഇതുപോലെ ഒരുപാട് പേരുണ്ട്, അവരെ ആരും കാണൂല. അനുഭവം എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രമുള്ളതല്ല. ഇതൊക്കെ സിറ്റുവേഷൻ പലരും കടന്നു പോയിട്ടുണ്ട്. അപ്പം ഞാനും എൻ്റെ ഒക്കെ ലൈഫിൽ അനുഭവിക്കാത്ത പ്രശ്നങ്ങളില്ല. പക്ഷെ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞ് ഇതാക്കി ഒരു റീല് ചെയ്ത് നിങ്ങളെ മുമ്പ് കൊണ്ടുവന്ന് സെൻറ്റിമെൻറ്റ്സ് അടിച്ച് നമുക്ക് ലൈക്ക് മേടിക്കാം. അതിൻ്റെ ഒരാവശ്യമില്ല. അതാണ് നിങ്ങൾ തരുന്ന ഒരു ലൈക്കോ കമൻറ്റോ സബ്സ്ക്രൈബേഴ്സ് അതൊരു നല്ലൊരു ഗുണത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കൂടിയതൊക്കെ. എനിക്ക് അങ്ങനെയൊന്നുമില്ല. കാരണം നമ്മളെ വീഡിയോസ് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തരുന്നത് ഒരു സപ്പോർട്ട്. ഒരു ലൈക്ക് എന്ന് പറയുന്നത് ഇഷ്ടം കൊണ്ട് തരുന്ന ഒരു ലൈക്ക്. അതിന് 2 ആളെ തരുന്നില്ലെങ്കിലും ആ 2 ആളെ മനസ്സിൽ നമുക്കൊരു സ്ഥാനം ഉണ്ടല്ലോ, അത് മതി. അത്രയും ആവശ്യമില്ല. അല്ലാണ്ട് പുറമേ നോക്കുന്നവർക്കോ ഓളെ വീഡിയോസ് ഒന്നും ആരും കാണൂല, അപ്പം അതിങ്ങനെ ഇടയിൽ ഇടുന്ന, അല്ലാണ്ട് അതിലെന്താ കാണാനില്ലത്?
അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർ മുഖംമൂടി അണിഞ്ഞ് ഈ റീൽസും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ ഉള്ളിലുള്ള സാധനങ്ങൾ പുറത്ത് വരണമെങ്കിൽ ഇതുപോലെ വല്ല പ്രശ്നവും വരണം. അപ്പോഴായിരിക്കും ഇവരൊക്കെ എന്തിനാ സപ്പോർട്ട് ചെയ്തതെന്നുള്ളൊരു ചിന്താഗതി വല്ല. നമുക്ക് അത്രേ പറയാനുള്ളൂ. നമ്മളൊക്കെ ഒറ്റയാൾ പോരാട്ടാണ്, സാധാരണക്കാരാണ്, നമുക്ക് ഇങ്ങനെയൊക്കെ വീഡിയോസ് പറ്റൂല. എനിക്ക് സത്യം പറഞ്ഞാൽ മൈക്ക് പോലുമില്ല. എൻ്റെ സൗണ്ട് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല. എന്നോട് ആദ്യമേ പറഞ്ഞു യൂട്യൂബ് തുടങ്ങുമ്പോൾ മൈക്ക് മണിക്കണം, മറ്റേത് മണിക്കുന്നു. അതിൻ്റെ ആവശ്യമുണ്ടോ വെച്ചാൽ ആവശ്യം വരുമ്പോൾ ചെയ്യാം. ഇപ്പം നമ്മൾ ആവുന്നത് പോലെ നമ്മളെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നു കഴിയുന്നു. അല്ലാണ്ട് എല്ലാം യൂട്യൂബിന് വേണ്ടി ചിലവാക്കി ചെയ്തിട്ട് നമുക്ക് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലോ പോയില്ലേ. പക്ഷെ നമ്മൾ തുടക്കക്കാരാണ്, തുടങ്ങി വരുമ്പോൾ ഒരു സ്ഥലത്തെത്തും. അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, ഇന്നാൾ ഇന്നോടൊക്കെ എത്തണം ഇത്ര നാൾ കൊണ്ട് എന്നൊക്കെ. ഏറ്റവും നല്ലത് കൂട്ടുകച്ചവടം ഇല്ലാണ്ട് ഒറ്റയ്ക്ക് പോകുന്നതാണെന്നുള്ളത് എനിക്ക് ഇങ്ങനെ ഓരോരാളെ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലായി. ദൈവമേ, എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേര് കൂടെ എന്തായാലും ഉണ്ട്. അവർക്ക് എന്തായാലും 1000 നന്ദി. അത്രയേ പറയുള്ളൂ. ഇഷ്ടമുണ്ടെങ്കിലൊക്കെ വീഡിയോ കണ്ടാൽ മതി. നെഗറ്റീവായിട്ട് പറയാൻ വേണ്ടി ഞാൻ ഇതിനകത്ത് ഇപ്പം ആരും കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. അത് ആ വീഡിയോസൊക്കെ കണ്ട സമയം തൊട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു ഇതാണ് ഞാൻ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്തത്. എനിക്ക് ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു യൂട്യൂബ് തുടങ്ങിയതിന് എനിക്ക് ലക്ഷ്യം, അല്ലാണ്ട് ഒരുപാട് പൈസ വന്ന് എനിക്ക് വേണ്ടി ചിലവാക്കാൻ, അല്ലെങ്കിൽ എനിക്ക് ടൂറ് പോകാൻ, ഡ്രസ്സ് വാങ്ങാൻ, ആർമാദിച്ച് നടക്കാനൊന്നുമല്ല ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയത്. എനിക്ക് ഈ യൂട്യൂബ് എന്ന് പറയുന്നൊരു സാധനം നല്ലൊരു ലക്ഷ്യം മനസ്സിലുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഞാൻ പ്രയത്നിക്കുന്നുണ്ട്. പക്ഷെ എന്നെ കൊണ്ടാവുന്നത് പോലെ എല്ലാം എനിക്ക് പറ്റില്ല. കാരണം സാഹചര്യം കുറവുണ്ട്. ഇപ്പോൾ ഒരു മൈക്ക് മേടിക്കണം, അല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ട സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതൊന്നും എന്നെക്കൊണ്ട് പറ്റിയെന്ന് വരില്ല. പക്ഷേ എന്നെക്കൊണ്ട് ഇങ്ങനെ സംസാരിക്കാനേ, എനിക്കൊരു സംസാരിക്കാനുള്ള കഴിവേ ഉള്ളൂ. ആ കഴിവ് വെച്ചിട്ട് നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ട് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അത് എത്തേണ്ടടുത്ത് അത്രേ ഞാൻ പറയുന്നുള്ളൂ. എൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ ഡയറി പോലെ എഴുതി വെച്ചിട്ടുണ്ട്.